എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനലിൽ സംസാരിക്കുന്നത്. അതിന് അവസരം ഒരുക്കി തന്നത് തിരുവല്ലാമല കമ്പ്യൂട്ടർ സ്ഥാപനത്തിൻ്റെ ഉടമയായ ശ്രീ രാംദാസും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ സ്റ്റാഫ് അംഗങ്ങളും ആണ്. ഇവിടെ സംസാരിക്കാൻ എനിക്ക് സാഹചര്യം ഒരുക്കി തന്നത് നായർ സർവീസ് സൊസൈറ്റിയുടെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ആയിരുന്ന ശ്രീ ഉണ്ണികൃഷ്ണനും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയി വിരമിച്ച ശ്രീ പ്രസാദ് സാറും ആണ്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ടി.ജി. വിജയകുമാർ. ടി.ജി. തെക്കേപ്പുരയിൽ ഗോവിന്ദൻ നായർ. തെക്കേപ്പുരയിൽ ഗോവിന്ദൻ നായരുടെയും പി.കെ. അമ്മക്കുട്ടി അമ്മയുടെയും മകനായി പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്ത് തുമ്പമൺ എന്ന ഗ്രാമത്തിൽ ഞാൻ ജനിച്ചു. അച്ഛൻ കോവിലാറിൻ്റെ തീരത്ത് തുമ്പമൺ വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപം 1946 ഞാൻ ജനിച്ചു. പ്രൈമറി വിദ്യാഭ്യാസം പള്ളിക്കാല EALP സ്കൂൾ. മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസം തുമ്പമൺ വടക്കേക്കര മുട്ടത്തുകോണം ഗവൺമെൻറ് UP സ്കൂൾ. ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചെന്നീർക്കര SNDP സ്കൂൾ. SSLC 1ാം ക്ലാസ്സിൽ പാസ്സായി. പന്തളം കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർന്നു. 1965 പന്തളം NSS കോളേജിൽ നിന്നും 1ാം ക്ലാസ്സിൽ BA പാസ്സായി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ MAക്ക് ചേർന്നു. 1967 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും 1ാം ക്ലാസ്സോടെ MA പാസ്സായി. 1.5 കൊല്ലം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ NE വിശ്വനാഥ് അയ്യരുടെ കീഴിൽ ഗവേഷണം നടത്തി. അപ്പോഴാണ് NSS കോളേജിലും ഗവൺമെൻറ് കോളേജിലും ലെക്ചറായി എനിക്ക് നിയമനം ലഭിച്ചത്. ഞാൻ NSS കോളേജ് തിരഞ്ഞെടുത്തു. അതിനുള്ള കാരണം വീട്ടിനടുത്ത് ദിവസവും പോയി വരാവുന്ന 5 NSS കോളേജുകളുണ്ട്. ഞാൻ BAക്ക് പഠിച്ച പന്തളം NSS കോളേജ്, ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ്, നിലമേൽ NSS കോളേജ്, വാഴൂർ തീർത്ഥപാദ സ്വാമി NSS കോളേജ്, ചേർത്തല NSS കോളേജ്. എനിക്ക് ആദ്യം നിയമനം ലഭിച്ചത് ചേർത്തല NSS കോളേജിലാണ്. 1968, 69 കാലത്ത്. 1970 എനിക്ക് മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലേക്ക് സ്ഥലം മാറ്റും. 74 വാഴൂർ വിദ്യാധിരാജ NSS കോളേജിൽ. ഇതിനിടയ്ക്ക് 3 മാസം 2 ലേഡി ടീച്ചർമാർ മെറ്റേണിറ്റി ലീവ് എടുത്തതുകൊണ്ട് നെമ്മാറ NSS കോളേജ്. 1975 ഒറ്റപ്പാലം NSS കോളേജിൽ പെർമനൻ്റ് വേക്കൻസിയിൽ നിയമിതനായി. ഏറ്റവും കൂടുതൽ കാലം ഞാൻ ജോലി ചെയ്തത് ലെക്ചറായും പ്രൊഫസറായും പ്രിൻസിപ്പലായും ഒറ്റപ്പാലം NSS കോളേജിലാണ്. ഏതാണ്ട് 23 കൊല്ലം. 8 വർഷം ലെക്ചറായി 4 കൊല്ലം, പ്രൊഫസറായി 2 കൊല്ലം, പ്രിൻസിപ്പലായി 2 കൊല്ലം മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ. ഒരു ഹ്രസ്വ കാലയളവിൽ നെമ്മാറ NSS കോളേജിലും പ്രിൻസിപ്പലായി ജോലി ചെയ്തു. മട്ടന്നൂർ കോളേജിലേക്ക് 1970 എനിക്ക് ട്രാൻസ്ഫർ ലഭിക്കുമ്പോൾ അവിടെ പ്രസിദ്ധ സിനിമാ നടൻ ശ്രീനിവാസൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അദ്ദേഹത്തെ പഠിപ്പിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. അങ്ങനെ വിവിധ NSS കോളേജുകളിൽ ലെക്ചറായും പ്രൊഫസറായും പ്രിൻസിപ്പലായും ജോലി ചെയ്ത് 2001 ഞാൻ ഒറ്റപ്പാലം NSS കോളേജിൽ നിന്ന് വിരമിച്ചു. അതിനുശേഷം 2 കൊല്ലം പെരിന്തൽമണ്ണ പെർഫെക്റ്റ് എന്നൊരു കോളേജിൽ ഞാൻ 2 കൊല്ലം പ്രിൻസിപ്പലായി.
അപ്പോഴാണ് ഒറ്റപ്പാലം NSS കോളേജിൽ ഞാൻ പ്രിൻസിപ്പലായ സമയത്ത് അവിടെ കോമേഴ്സ് പ്രൊഫസറായിട്ടിരുന്ന പ്രൊഫസർ A. ശിവരാമൻ എന്നെ ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് കോളേജിലേക്ക് ക്ഷണിച്ചത്. അദ്ദേഹമാണ് കോഓപ്പറേറ്റീവ് കോളേജിൻ്റെ സ്ഥാപകൻ. അങ്ങനെ ഞാൻ 2005 ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് കോളേജിൽ വന്നു. ഇന്നും അവിടെ അധ്യാപകനായി തുടരുന്നു. പുരാണ ഇതിഹാസ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയും പ്രഭാഷണം നടത്തുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ ജോലി ചെയ്യുന്ന കാലത്ത് എൻ്റെ 23-ാം വയസ്സിലാണ് മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഞാൻ ആദ്യം പ്രഭാഷണം നടത്തുന്നത്. പിന്നീട് മട്ടന്നൂർ ഉണ്ടായ എല്ലാ കാലവും മഹാദേവ ക്ഷേത്രത്തിൽ ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല മട്ടന്നൂർ, തലശ്ശേരി, കണ്ണൂർ ഭാഗത്തെ ക്ഷേത്രങ്ങളിലും സ്കൂളുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഞാൻ പ്രഭാഷണം ചെയ്തു. അങ്ങനെയാണ് പ്രഭാഷണം ഞാൻ പഠിച്ചത് തന്നെ. ഇന്നും ക്ഷേത്രങ്ങളിൽ പ്രഭാഷണത്തിന് പോകാറുണ്ട്. എല്ലാ പുരാണ വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കാറുണ്ട്. രാമായണത്തെക്കുറിച്ച്, മഹാഭാരതത്തെക്കുറിച്ച്, ഭാഗവതത്തെക്കുറിച്ച്, വേദങ്ങളെക്കുറിച്ച്, സംഹിതകളെക്കുറിച്ച്, ബ്രാഹ്മണങ്ങളെക്കുറിച്ച്, ആരണ്യകങ്ങളെക്കുറിച്ച്, ഉപനിഷത്തുകളെക്കുറിച്ച്, പുരാണങ്ങളെക്കുറിച്ച്, ഇതിഹാസങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പ്രഭാഷണങ്ങൾ ചെയ്തു വരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഉപനിഷത്താണ്. ഉപനിഷത്തിലാണ് എൻ്റെ PhD. അതുകൊണ്ട് ആഴത്തിൽ ഉപനിഷത്ത് പഠിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായി. ഉപനിഷത്ത് പുരാണ കഥാപാത്രങ്ങളുടെ മനഃശാസ്ത്രപരമായ അപഗ്രഥനം, ഇതാണ് എൻ്റെ തീസിസിൻ്റെ വിഷയം. അതിൽ നമ്മുടെ ആദ്യ പിതാമഹനായ മനു, ഹിന്ദിയിലെ ഭാവുക കവിയായ ജയശങ്കർ പ്രസാദ് കാമായനി എന്നൊരു മഹാകാവ്യം എഴുതിയിട്ടുണ്ട്. ഭാവപ്രധാനമായ ഒരു മഹാകാവ്യം. അതിലെ അധ്യായങ്ങളുടെ പേര് പോലും മനഃശാസ്ത്രമാണ്. ചിന്ത, ആശ, ശ്രദ്ധ, കാമ, വാസന, ലജ്ജ, കർമ്മ, വ്രീഡ, അങ്ങനെ പോകുന്നു. നിർവഹൺ ആനന്ദത്തിൽ എത്തിച്ചേരുന്ന ഒരു മനഃശാസ്ത്ര മഹാകാവ്യമാണ് കാമായനി. അതിൻ്റെ കഥ ഇപ്പോൾ പറയാൻ സമയമില്ല. എന്നാലും ചുരുക്കത്തിൽ ഒന്ന് പറയാം.